വ്യക്തിവൈരാഗ്യമുള്ള ആരോ ഒരാൾ ഫോൺ നമ്പർ ട്രെയിനിന്റെ ശുചിമുറിയിൽ എഴുതിയിട്ടു. അതോടുകൂടി അശ്ലീല ഫോൺ വിളിയും സന്ദേശങ്ങളുമായി പൊറുതിമുട്ടിയ വളാഞ്ചേരി സ്വദേശിനി ഷബ്നയുടെ ദുരവസ്ഥ ഏതാനും ആഴ്ച മുൻപാണ് റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. അതിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഷബ്നയുടെ നമ്പർ എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റിയിലെ ശുചിമുറിയിൽ വീണ്ടും എഴുതിയിട്ടത്. ഇതോടെ ഫോൺ വഴിയുള്ള ശല്യം ഇരട്ടിയായെന്നും ഫോൺ നമ്പർ ഉപേക്ഷിക്കാനാണ് ഉദ്യോഗസ്ഥർ പറയുന്നതെന്നും ഷബ്ന റിപ്പോർട്ടർ TVയോട് പറഞ്ഞു. ഒന്ന് കേൾക്കാം. ഒരു യാത്രക്കാർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഷബ്നല്ലേ ചോദിച്ചു. അതേ അറിഞ്ഞു. അപ്പോൾ നിങ്ങളെ പേര് വാശിയിലെ കമ്പനി ഉണ്ട്, ട്രെയിനിൻ്റെ ശുചിമുറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഒരു ഭാഗത്തല്ല 3-4 ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇത് കാരണം 2-3 പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. എനിക്ക് ജീവിക്കാൻ യാതൊരു മാർഗ്ഗമില്ല. കണ്ണൂർ ഇതിനെ ചൊല്ലിട്ട് ഞാൻ റെയിൽവേ കേസ് കൊടുത്തിട്ട് ഇവിടെ വിളിച്ചിട്ട് അന്വേഷിക്കുക. ഞാൻ ഈ പറഞ്ഞ സംശയമുള്ള ആളെ വിളിച്ചിട്ട് എഴുതിപ്പിക്കാനോ ഫോറൻസിക് ലാബൊക്കെ വിടാനോ ഇവർ തയ്യാറായില്ല. ഇവർ കേസ് കോടതി കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്. അത്ര പേര് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വിവരം വെച്ചിട്ട് എൻ്റെ പെരിന്തൽമണ്ണ DSPക്ക് ഞാനൊരു പരാതി കൊടുത്തു. നിങ്ങളുടെ നമ്പറിലേക്ക് കോളുകൾ ഇങ്ങനെ വരുന്നുണ്ടോ? ആ കോള് വരുന്നുണ്ട്. അതായത് കോള് പറഞ്ഞാൽ എന്നോട് എല്ലാവരും സാറുമാർ പറയാൻ എൻ്റെ അടുത്ത് ആ നമ്പറാണ് മാറ്റിക്കളാം. നമ്പർ മാറ്റി ഞാൻ എന്തിനാ സാറെ ഒളിച്ചോടി പോകണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ തെറ്റുകാരിയല്ലല്ലോ, പിന്നെ ഇപ്പോൾ ഒളിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ നമ്പർ മാറ്റൂല പറഞ്ഞു. ഇത് വിളിച്ചിട്ട് കുറേ ആശീല കമൻറ്റ് പറയാം, എവിടെയാണ് എടുക്കുന്നത്, എവിടെയല്ലേ ഷബ്നല്ലേ. ഞാൻ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ റെക്കോർഡ് ഇതിലുണ്ട് വിളിച്ചിട്ട് ആ ശല്യപ്പെടുത്തത്. വിളിക്കുന്നവരോട് നിങ്ങൾ പറയോ ഇതിങ്ങനെ ആരോ തന്ന പണിയാണെന്ന് പറയാറുണ്ട്? ഞാൻ പറഞ്ഞു ഈ വെക്കുന്ന ആൾ വാട്സപ്പിലായി വിടുമ്പോൾ ഞാൻ അവർക്ക് ഈ ചാനലിൻ്റെ നിങ്ങളുടെ ചാനൽ ആദ്യം വന്നതല്ലേ, ആദ്യം ചോദിച്ച് ആ ചാനലിൻ്റെ ഫുള്ള് ചാനലിൻ്റെ വീഡിയോ ഞാൻ വിട്ടെടുക്കും. അപ്പോൾ പിന്നെ വിളി നിർത്തും. പിന്നെ ചാനൽ വിട്ട് കൊടുത്തിട്ടും വിളി നിർത്താത്ത ആൾക്കാരും പിന്നെയുണ്ട്. ഫോണാണ് ഓണാക്കി ഫുൾ ടൈമിൽ സൈലൻ്റ് ആക്കി വെക്കുക. ഇതൊരു ഓണാക്കി കഴിഞ്ഞത് അതേമാതിരി വാട്സപ്പിൽ ആയി വിടുക, എവിടെയാണ് ഓരോ ഫോട്ടോസുകൾ വിട്ട് തരിക, ഇങ്ങനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുക. സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, എന്തിനാണ് ഈ പാവം സ്ത്രീയെ ആരോ ഒരു സാമൂഹ്യദ്രോഹിയാണ് ഇതിന് പിന്നിലുള്ളത്. പക്ഷേ ആ ഫോൺ വിളിക്കുന്നവന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ശുചിമുറിയിൽ കാണുന്ന നമ്പറിലോട്ട് അങ്ങ് ഫോൺ വിളിക്കുകയാണ്. ഇത്ര ലൈംഗിക ദാരിദ്ര്യമുള്ള നാടാണോ നമ്മുടേത്? എന്താണ് ഇനി ഷബ്ന ചെയ്യാൻ പോകുന്നത്? ആ ഫോൺ നമ്പർ അങ്ങ് ലീക്കാക്കി കളഞ്ഞു. അതുകൊണ്ട് ഒരുപാട് പേര് ശല്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ വീട്ടമ്മയുടെ സങ്കടം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്പാം ഇട്ടാലും ഫിൽറ്റർ ഇട്ടാലും ഒക്കെ ഇങ്ങനെ ശല്യമാണെങ്കിൽ എന്ത് ചെയ്യുമല്ലേ സിനോജ്? എത്ര നമ്പറിന് അങ്ങനെ ഫിൽറ്റർ ഇടാനും ഒപ്പം തന്നെ ബാൻ ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും പറ്റും കുമാർ? കാരണം അത്രയധികം കോളുകളാണ് ഷബ്നയ്ക്ക് വരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം തുടങ്ങിയ പ്രശ്നമാണിത്. ഫെബ്രുവരിയിൽ ആദ്യം എറണാകുളം ഷൊർണൂർ മെമുവിൻ്റെ ശുചിമുറിയിലാണ് ആദ്യം നമ്പർ കാണുന്നത്. അന്ന് തുടങ്ങിയ ഫോൺ വിളികളാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കും നേരത്തെ ഷബ്ന പറഞ്ഞതുപോലെ നമ്മൾ തന്നെ ഇതിന് മുൻപ് കൊടുത്ത വാർത്ത അയച്ചു കൊടുക്കും. ചില ആളുകൾ അത് കണ്ട് പിന്നെ വിളിക്കില്ല, ചില ആൾ വീണ്ടും വിളിച്ച് ശല്യം ചെയ്യുക. ഇതിനിടയിലാണ് ഇക്കഴിഞ്ഞ 23-ാം തീയതി വീണ്ടും കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിൻ്റെ ശുചിമുറിയിൽ വീണ്ടും ഒരു ചുവന്ന മഷി കൊണ്ട് നമ്പറുകൾ എഴുതിയിട്ടു. അത് അന്നൊരു പെൺകുട്ടിയാണ് ഈ ഷബ്നയെ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ നമ്പർ ഇങ്ങനെ കണ്ടതുകൊണ്ട് വിളിക്കുന്നതാണെന്ന് പറയുന്നു. അങ്ങനെ ഷബ്ന പറഞ്ഞിട്ട് ആ പെൺകുട്ടി തന്നെ ആ കണ്ട നമ്പർ മായ്ച്ചു കളയും ചെയ്തു. പക്ഷേ അതിനോടൊപ്പം തന്നെ നിരവധി യാത്രക്കാർ ഈ ശുചിമുറിയിൽ എത്തിയവരൊക്കെ തന്നെ ആ നമ്പർ കണ്ടിട്ടുണ്ടാവും, ആവശ്യമുള്ളവർക്ക് തന്നെ നമ്പർ എടുത്തിട്ടുമുണ്ടാവും. അങ്ങനെ നമ്പർ എടുത്തുകൊണ്ട് പോയ മൊബൈൽ സേവ് ചെയ്ത ആളുകളാണ് ഇപ്പോഴും വിളിക്കുകയും ചാറ്റ് ചെയ്യുകയും അശ്ലീല ചിത്രങ്ങളും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യുന്നത്. പക്ഷേ പോലീസ് ഇതിനൊരു പരിഹാരം ഷബ്നയോട് പറഞ്ഞത് ആ നമ്പർ നിങ്ങൾ ഉപേക്ഷിക്കൂ, വേറെ നമ്പർ എടുക്കൂ എന്നാണ് പറയുന്നത്. ഷബ്ന പറയുന്നത് താൻ ചെയ്യാത്ത കുറ്റത്തിന് തന്റെ നമ്പർ എന്തിനു കളയണം, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ്, അത് കളയാൻ തനിക്കും താല്പര്യമില്ല എന്ന നിലപാടിൽ ഷബ്ന നിൽക്കുകയും ചെയ്യാണ്. ഏതായാലും ഷബ്നയ്ക്ക് സംശയമുള്ള ഒരാളെ, അതൊരു സ്ത്രീ തന്നെയാണ്, കണ്ണൂർ സ്വദേശിനിയാണ്, കണ്ണൂർ റെയിൽവേ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ആ സ്ത്രീ കാര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്തു. ഇനി ചെയ്യാനുള്ളത് ആ ട്രെയിനിൽ എഴുതിയ കൈയക്ഷരവും ഈ ഷബ്നയ്ക്ക് സംശയമുള്ള സ്ത്രീയുടെ കൈയക്ഷരവും തമ്മിൽ ശാസ്ത്രീയ പരിശോധന നടത്തുക എന്ന വഴി മാത്രമേ ഉള്ളൂ. അത് വേണമെന്നൊരു നിലപാടിലാണ് ഷബ്നയുള്ളത്. ഏതായാലും വീണ്ടും രണ്ടാമതൊരു പരാതി കൂടി പെരിന്തൽമണ്ണ DSPക്ക് ഷബ്ന കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുമാർ. ഓക്കെ, എന്താണല്ലേ നമ്മുടെ നാട്ടില് ലൈംഗിക ദാരിദ്ര്യം ഇത്രയും കൂടുതലാണോ നമ്മുടെ നാട്ടിൽ? ഒരു ട്രെയിനിൻ്റെ ഒരു ശുചിമുറിയിൽ ഒരു പെൺകുട്ടിയുടെ പേരും ആ നമ്പറും കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ വിളിക്കുക, പെൺകുട്ടികളുടെ DP കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക താല്പര്യം തോന്നുക. എന്തിനാ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരെ പറയുന്നത്? മറ്റു ചില മനുഷ്യരുണ്ടല്ലോ ഗൂഗിൾ പേയിലടക്കം മെസ്സേജ് ഇടുന്നവർ. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.